ബേസിക്കലി നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ സോഷ്യലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസം കിട്ടുന്ന ഒരാളെടുത്ത് പറയുമ്പോൾ, ഒരാൾ കേൾക്കാനുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസം കിട്ടുന്നത്. ചിലപ്പോൾ അത് പ്രശ്നം സോൾവ് ചെയ്തൊന്നും വരില്ല, പക്ഷെ ഒരാൾ എന്നെ കേൾക്കാനുണ്ട് എന്നുള്ള ഒരു ഫാക്ടർ നമുക്ക് ഒരുപാട് സമാധാനം തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടായി ആയിരിക്കേണ്ട ഒരാൾ തന്നെയാണ്. അപ്പം അവരുടെ അടുത്ത് ഇത് പറയാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷെ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന റീസൺ ഒരു പ്രോപ്പർ സ്പേസ് ഇല്ലാത്തത് ആ ഒരു റിലേഷൻഷിപ്പിൽ. എനിക്ക് പറയാൻ പറ്റുമോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ എന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കോ, മോശമായി പോവോ, അല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമാണോ, അങ്ങനെയുള്ള പല ഡൗട്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ഇയാൾ പറയുന്ന പല കാര്യങ്ങളും എന്താവട്ടെ അങ്ങനെ വിടുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതൊരു ഫസ്റ്റ് കാര്യമാണ്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ പാർട്ട്ണറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ പറഞ്ഞ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിരുന്നത് അത് സാരില്ല, പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്ന് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ആശ്വസിപ്പിക്കുകയായിരിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആൾ ഭയങ്കര ഒച്ചയിട്ടു, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, അങ്ങനെ നമ്മളെ കുറ്റപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവും. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ രീതിയിൽ പ്രതികരിക്കോ. സോ ഈ രണ്ട് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാർട്ട്ണർ നല്ല രീതിയിൽ നമുക്ക് വേണ്ട സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ നമുക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്പേസ് തരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്തും തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടാവും. അത് കൊടുക്കുന്നില്ല എന്നാണെങ്കിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് റിലേഷൻഷിപ്പിൽ കാണുന്നത്.